ഈശോ 1-ാം പ്രാവശ്യം വീഴുന്നു. രണ്ടു മക്കളുമായി അവർ പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ മുന്നിലെത്തി. ഒരേ ഒരു നിലവിളി. 3 പേരും 3000 കഷ്ണങ്ങളായി. രാത്രിയിൽ തന്നെ വാർത്തയറിഞ്ഞു. നാട്ടുകാരെത്തി. വീട്ടുകാരൊക്കെ വിദൂരത്തിൽ നിന്നെത്തി. സ്നേഹത്തിലും കാരുണ്യത്തിലും ശ്രവണത്തിലുമൊക്കെ വീഴ്ച പറ്റിയതുകൊണ്ടാണ് അവർ ചിന്നിച്ചിതറിയതെന്ന് മനുഷ്യർ പറഞ്ഞുകൊണ്ടിരുന്നു. ഒറ്റപ്പെടുത്തിയും പുച്ഛിച്ചുമൊക്കെ കഴിയുന്നവരുടെ സ്വരം പുറത്തു വന്നു. ആരെയും വീഴുവാൻ അനുവദിക്കല്ലേ. വീഴുമ്പോൾ ആരെയും ഒറ്റപ്പെടുത്തല്ലേ. ഒരുപക്ഷെ മറ്റുള്ളവർ വീഴ്ത്തിയാലും എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് വരണേ പ്ലീസ്. ജീവിതത്തെയും സ്വപ്നങ്ങളെയും ആരുടെയും വാക്കുകളാൽ വീഴ്ചയ്ക്ക് ഇരയാക്കല്ലേ. പറയാൻ എളുപ്പമാണ്, പക്ഷെ ദുരന്തം തന്നെയല്ലേ. എങ്കിലും എല്ലാ വാതിലും അടഞ്ഞിട്ടുണ്ടോ?